നമസ്കാരം. മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ആത്മഹത്യാ പ്രവണതയും മനഃശാസ്ത്ര ചികിത്സയുമാണ്. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ രാജൻ ജോർജ്, ഹോളിസ്റ്റിക് സൈക്കോ സെന്റർ, പന്തളം. ഡോക്ടർ, നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഇപ്പോൾ ആത്മഹത്യ എന്ന് പറയുന്ന ഈ ഒരു ജനറേഷൻ്റെ തന്നെ ഒരു ഡിസാസ്റ്റർ ആണ്. സോ ഈ ആത്മഹത്യാ പ്രവണതയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണം എന്താണ്? സോ വാട്ട് ഇസ് ദ ബേസിക് റീസൺ ബിഹൈൻഡ് ഇറ്റ്? ആത്മഹത്യാ പ്രവണത അതുപോലെ ആത്മഹത്യ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്നു. നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആത്മഹത്യയുടെ റേറ്റ് കൂടുതൽ കേരളത്തിലാണെന്നാണ് പറയുന്നത്. എല്ലാ നേറ്റീവ്സിനും നമ്മൾ ഒന്നാം സ്ഥാനത്ത് വരുന്നവരെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി വന്ന മാറ്റങ്ങളുടെ ഫലമായി ആത്മഹത്യയുടെ കാര്യത്തിൽ നമ്മളാണ് ഒന്നാം സ്ഥാനം. ഏറ്റവും കുറവ് ബീഹാറിലുമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന പട്ടിണിയോ ദാരിദ്ര്യമോ അല്ല ആത്മഹത്യയുടെ കാരണം, മനസ്സാണ് ഇവിടെ വില്ലൻ. അപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുടെ പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അണുകുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണെന്ന് കാണാൻ സാധിക്കും. 85% നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കാരണം. അതുപോലെ ഈ ആത്മഹത്യ നമ്മൾ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, എക്സ്റ്റേണലായിട്ടുള്ള പ്രോബ്ലംസ്, ഇഷ്യൂസ് വരുമ്പോൾ ഔട്ട്ബേസ്റ്റായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ തകർന്ന് ആത്മഹത്യയിലോട്ട് പോകുന്നവരുണ്ട്. അത് എക്സ്റ്റേണൽ ഇഷ്യൂസ് നമുക്ക് പറയാം. ഇന്റേണൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന മാനസിക രോഗങ്ങൾ. ഈ മെജോറിറ്റി കേസുകളും നമ്മൾ നോക്കുമ്പോൾ ആത്മഹത്യ സംഭവിക്കുന്നത് മാനസിക രോഗങ്ങളുള്ളവരാണ്. പക്ഷെ നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് ഒരാൾ ആത്മഹത്യ ചെയ്തു, പക്ഷെ അയാൾക്ക് വേറെ കാരണങ്ങളൊന്നുമില്ല, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഇല്ല, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, എന്തിനു ആത്മഹത്യ ചെയ്തു പലരും ചിന്തിക്കും. പക്ഷേ അദ്ദേഹം ഒരു മാനസിക രോഗിയായിരുന്നു എന്നുള്ളത് പലർക്കും അറിയുന്നുണ്ടാകില്ല. ആ മാനസിക രോഗത്തിൻ്റെ ഫലമായിട്ട് വരുന്ന ആത്മഹത്യകളുണ്ട്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് കാണണം. എക്സ്റ്റേണൽ ഇഷ്യൂസ് വരുന്നു, അതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ ഔട്ട്ബേസ്റ്റിൽ ആത്മഹത്യയിലേക്ക് പോകുന്നു. ഇന്റേണൽ പ്രോബ്ലംസ് അയാളുടെ മാനസിക രോഗം കാരണം പോകുന്നു. നമുക്ക് ആദ്യം ആ എക്സ്റ്റേണൽ പ്രോബ്ലംസിനെ ഒന്ന് നോക്കാം. ഈ അടുത്ത സമയത്ത് IIT മദ്രാസിലെ ഒരു വിദ്യാർത്ഥി നിധിൻ ആത്മഹത്യ ചെയ്തപ്പോൾ നോട്ട് എഴുതി വെച്ചിരുന്നു അവൻ്റെ അച്ഛനും അമ്മയ്ക്കും. അവൻ്റെ പെർഫോമൻസ് മാതാപിതാക്കൾ ഉദ്ദേശിച്ച വീതം വന്നില്ല എന്നൊരൊറ്റ കാരണത്താൽ അവൻ ആത്മഹത്യ ചെയ്യായിരുന്നു. ഇതിന്ന് പരക്കെയുണ്ട്. നമുക്ക് MBBS സ്റ്റുഡൻസിൻ്റെ ഇടയിൽ, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിൻ്റെ ഇടയിലും പ്രൊഫഷണൽ സ്റ്റുഡൻസിൻ്റെ എല്ലാം കാണുന്നുണ്ട് ആത്മഹത്യ പ്രവണതയുണ്ട്. ചിലർ ചെയ്യുന്നുണ്ട്, അതിൽ വിജയിക്കുന്നുണ്ട്. എക്സ്പെക്ടേഷൻസ് ഓഫ് ദ പേരൻസ്, അവരുടെ പ്രഷർ, കരിയറിൻ്റെ പ്രഷർ, ഫെയിലിയർ ഫീലിങ്സ്, പിന്നെ റൊമാൻസിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്, ഇതെല്ലാം കൂടെ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലേക്ക് പ്രഷർ കൊടുക്കുകയാണ്. ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ അവന് സോഷ്യൽ സ്കില്ല് വേണം. ഓരോ ഇഷ്യൂസ് വരുമ്പോഴും അതിനെ ഫേസ് ചെയ്യാനുള്ള കഴിവ്, അതാണ് സോഷ്യൽ സ്കില്ല്. ഇതില്ലാതെ പോകുന്നവരാണ് പെട്ടെന്ന് തകർന്ന് ആത്മഹത്യയിലോട്ട് പോകുന്നത്. സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുകയാണ്. അതുപോലെ റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ് വരുമ്പോൾ, ഇപ്പോൾ ഡൈവേഴ്സ് തന്നെ, ഡൈവേഴ്സിൽ പെട്ട ഒരാൾ ഡൈവേഴ്സിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന മാനസിക ആഘാതം താങ്ങാൻ പറ്റാതെ, അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ മാനസികമായ പരാജയത്തിലോട്ട് പോകുമ്പോൾ ആത്മഹത്യക്കുള്ള എല്ലാ റീസൺസും, അവരുടെ കുട്ടികൾ, ഇവരെയൊക്കെ അത് ബാധിക്കും. അപ്പോൾ റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സ് ഒരു വലിയ കാരണമാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അണുകുടുംബങ്ങളായി ഷെയർ ചെയ്യാൻ ആളില്ല, ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല, ഒന്ന് സംസാരിച്ചിരിക്കാൻ പോലും ആരുമില്ല. അപ്പോൾ ഈ വരുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അങ്ങ് ഉൾക്കൊള്ളുകയാണ്. ഇത് മനസ്സിൻ്റെ സമനില തെറ്റിക്കും. നമ്മൾ പത്രത്തിലൊക്കെ കാണാൻ സാധിക്കും, കർഷകർ ആത്മഹത്യ ചെയ്തു. അത് ദാരിദ്ര്യം കൊണ്ടല്ല, കടം വരുമ്പോൾ സമൂഹത്തെ എങ്ങനെ ഫേസ് ചെയ്യും, സമൂഹത്തിലുള്ള എൻ്റെ സ്ഥാനം, സോഷ്യൽ സ്റ്റാറ്റസ്, ഇതിനെല്ലാം കുഴപ്പങ്ങളാവില്ല. ഈ ചിന്ത മനസ്സിലേക്ക് വന്നിട്ട് ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഈ രീതിയിലോട്ട് അവർ ആത്മഹത്യയാണ്. കുടുംബം മൊത്തമായിട്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അതെല്ലാം സോഷ്യൽ സ്റ്റാറ്റസ് വരുന്ന നമ്മുടെ ആ സ്റ്റിഗ്മയാണ് ഈ കുഴപ്പങ്ങളുണ്ടാക്കുന്നത്. അത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ കൂടുതലാണ്. എക്സ്പെക്ടേഷൻസ് എല്ലാവർക്കും വളരെ കൂടുതലാണ്. കോമ്പറ്റീറ്റീവ് മൈൻഡായി ഇതിനു മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതായി കഴിയുമ്പോൾ എന്നാൽ ഞങ്ങളിനി ജീവിക്കുന്നില്ല, അങ്ങ് പൊക്കോളാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ട അമ്പലപ്പുഴ സ്കൂളിൽ 3 വിദ്യാർത്ഥിനികൾ അവരൊന്നിച്ചൊരു തീരുമാനം എടുത്തങ്ങ് ആത്മഹത്യ ചെയ്തു. +1 പഠിക്കുന്ന വിദ്യാർത്ഥിനികളാണ്. അതിൻ്റെ കാരണം നമുക്കൊക്കെ അറിയാം. അവരുടെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ ഫോട്ടോ എടുത്തത് ബ്ലാക്ക് മെയിൽ ചെയ്ത ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പത്രങ്ങളിൽ വന്നാൽ, മറ്റുള്ള ആളുകൾ കണ്ടാൽ പിന്നെ നാണക്കേടുകൊണ്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഈ ചിന്ത വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ ആത്മഹത്യക്ക് നമ്മൾ കാണുന്ന വലിയൊരു റീസണാണ് കുറ്റബോധം. ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിനുണ്ടാകുന്ന ആഘാതം. ഇപ്പോൾ വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, യൂദ യേശുക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ കുറ്റബോധത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്ത്. അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ പലതും, പ്രത്യേകിച്ച് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ.
പല പെൺകുട്ടികളും നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുമ്പോൾ കാണുന്നതാണ്, ചെയ്യാൻ പാടില്ലാതെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മറ്റുള്ളവർ അറിയുമോ, അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട്, എനിക്ക് പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യം, ഞാൻ അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം. ഈ തെറ്റുകൾ മനസ്സിൽ കുറ്റബോധം ഉണ്ടാക്കി വരുത്തുന്ന ആത്മഹത്യകളും ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആത്മഹത്യയുടെ റേറ്റ് നമ്മൾ കാണുന്ന ഒരു 15 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ളവർ. തീരെ കൊച്ചുകുട്ടികൾ ആത്മഹത്യ ചെയ്യത്തില്ല. അതുപോലെ തന്നെ നമ്മൾ കാണാം, മനുഷ്യൻ മാത്രമേ ഈ ആത്മഹത്യ ചെയ്യുന്നത്, മൃഗങ്ങളൊന്നും ആത്മഹത്യ ചെയ്യാറില്ല. കാരണം മനസ്സാണ് അവിടെ ഏറ്റവും പ്രധാനം. മനസ്സ് അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന കൗമാരപ്രായത്തിലാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ മനസ്സിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്, അല്ലാതെ പട്ടിണിയോ ദാരിദ്ര്യമോ മറ്റൊന്നും അല്ല. ഇപ്പോൾ ഒരേ വിഷയം തന്നെ പല ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ചിലർ ആത്മഹത്യ ചെയ്യും, ചിലർ ആത്മഹത്യ ചെയ്യത്തില്ല. ഒരേ വിഷയമായിരിക്കും. കാരണം അവരുടെ മൈൻഡ് സെറ്റാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ആത്മഹത്യ പ്രവണതയുള്ള ഒരാളിനെ കണ്ടാലും നമ്മൾ പലരും വീടുകളിൽ ശ്രദ്ധിക്കാറില്ല. അത് ചുമ്മാ അവർക്ക് തോന്നുന്നതായിരിക്കും, എല്ലാവരും തോന്നുന്നതായിരിക്കും, ഈ രീതി വിടും. പക്ഷേ ഒരിക്കലും ഒരു അറ്റംപ്റ്റ് നടത്തിയ ഒരാളിനെ വേണ്ട പോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വീണ്ടും ഇതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഇപ്പോൾ പല കേസുകളും ഞാൻ കണ്ടിട്ടുള്ളത് ഈ കൈമുറിക്കുന്ന കുട്ടികൾ. അതാണല്ലോ ഏറ്റവും അടുത്ത് പുതിയ ഫാഷൻ. അതാണ് ഞരമ്പ് മുറിച്ച് കഴിഞ്ഞാൽ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ടു, മുറിവെല്ലാം ഒന്ന് കരിയാനുള്ള മരുന്നും കൊടുത്തു, ഉറങ്ങാനുള്ള മരുന്നും കൊടുത്ത് വിടുകയാണ്. പക്ഷേ അതുകൊണ്ട് മനസ്സിൽ കിട്ടിയ ഷോക്ക്, അതിൻ്റെ മുറിവ് ഉണങ്ങുന്നില്ല, അത് വീണ്ടും റിക്കർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ആത്മഹത്യയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ ഒരിക്കലും ഒരു ഹെറിഡിറ്ററി അല്ല, പാരമ്പര്യമായിട്ട് കിട്ടുന്നതല്ല. ഇത് മൈൻഡ് സെറ്റിൻ്റെ പ്രോബ്ലം തന്നെയാണ്. ഒന്നുകിൽ ഇൻറ്റേർണൽ പ്രോബ്ലം, അല്ലെ എക്സ്റ്റേണൽ പ്രോബ്ലം. മാനസിക രോഗമാകാം, അല്ലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള സോഷ്യൽ സ്കില്ലില്ലാത്തതാകാം. ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാവുന്ന സാധനമാണ്. എക്സ്റ്റേണൽ ഇഷ്യൂസ് കാരണം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കേസുകളിൽ അത് ഡെവലപ്പ് ചെയ്യണം. മാതാപിതാക്കൾക്ക് അത് പറ്റിയില്ലെങ്കിൽ മറ്റൊരാളിനെ കൊണ്ട്, സൈക്കോളജിസ്റ്റുകളെ കൊണ്ട്, അതിന് പറ്റിയ ആളുകളെ കൊണ്ട് പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് കുട്ടികളായിരിക്കുമ്പോഴേ കൊടുത്തു വരികയാണ്. ഒരിക്കലും ഒരു ഇഷ്യൂവിൻ്റെ ബേസിൽ ആത്മഹത്യയിലേക്ക് പോകില്ല. പ്രധാനമായിട്ടും നമ്മൾ ആത്മഹത്യയെ കാണുന്ന കാരണങ്ങൾ ഇതൊക്കെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ബേസിക്കലി ഈ ആത്മഹത്യയും സൈക്കോളജിക്കൽ പ്രോബ്ലംസ്, അതായത് ഒരു ഡിസീസ്, ഇൽനെസ്, ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ പറഞ്ഞായിരുന്നു, ആത്മഹത്യയുടെ 2 വശങ്ങളിൽ, ഒന്ന് മാനസിക രോഗങ്ങൾ, 2 എക്സ്റ്റേണൽ ഇഷ്യൂസാണ്. സൈക്കോളജിക്കൽ പ്രോബ്ലംസ് പറയുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ 2 സെൻ്ററുകൾ, പന്തളം ചെറിയങ്കീഴ് 2 സെൻ്ററുണ്ട്. ഈ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിൽ 90% ആത്മഹത്യ പ്രവണതയുള്ളവരാണ്. മാനസിക രോഗങ്ങൾ, ഇപ്പോൾ ഡിപ്രഷൻ ആയാലും സ്കിസോഫീനിയ ആയാലും പാരനോയ ആയാലും അതുപോലെ ഫോബിയക്കാരായാലും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചാൽ ആത്മഹത്യ പ്രവണതയാണ്. കാരണം ഇവരെല്ലാം ഒറ്റപ്പെടുകയാണ് സമൂഹത്തിൽ നിന്ന്. ആത്മഹത്യക്ക് ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാവരിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന ഒരാളാണ് ആത്മഹത്യയിലോട്ട് പോകുന്നത്. അതേസമയം എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ആക്ടിവിറ്റീസിലൊക്കെ മുഴുകി എൻജോയ് ചെയ്യുന്ന ആൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം രാഷ്ട്രീയ പ്രവർത്തകരെ നോക്കിയാട്ട്. ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. സോഷ്യൽ ആക്ടിവിറ്റീസ് ഏർപ്പെടുന്നവർ ആത്മഹത്യ വളരെ കുറവാണ്. ദേ ആർ ഓൾവേസ് എമംഗ് ദ പീപ്പിൾ, ഷെയറിങ് വിത്ത് ദ പീപ്പിൾ, ആക്ടിവിറ്റീസ് ലയിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ നല്ല ഒറ്റപ്പെട്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫീലിങ്ങിൽ വരുന്നവർക്കാണ് ആത്മഹത്യ ടെൻഡൻസി കൂടുന്നത്. അത് ഈ മനോരോഗത്തിൽ കൂടുതലാണ്. മനോരോഗം വരുന്ന ഒരാൾ, അതേത് തരത്തിലുള്ള മനോരോഗമായാലും ഒറ്റപ്പെടാനുള്ള പ്രവണത വളരെ കൂടുന്നു. അതിലെ ഏറ്റവും വില്ലൻ, മനോരോഗങ്ങളിൽ ഏറ്റവും വില്ലനായിട്ട് ആത്മഹത്യക്ക് സാധ്യതയുള്ളത് ഡിപ്രഷനാണ്, വിഷാദരോഗം. വിഷാദരോഗം നമ്മുടെ സമൂഹത്തിൽ ഏതാണ്ട് ഒരു 10 പേരെ എടുത്താൽ ഒരു 3-4 ആളുകൾക്ക് വിഷാദരോഗികളാണെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്. അപ്പോൾ വിഷാദരോഗത്തിൻ്റെ ഓരോ സ്റ്റേജ്, 4 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്. ഫസ്റ്റ് സ്റ്റേജിൽ ആത്മഹത്യ പ്രവണത വരണമെന്നില്ല. ഓരോ സ്റ്റേജ് കടക്കും തോറും ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും ഇയാൾ ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ റീസൺസും വന്നിരിക്കും. ടെർമിനൽ സ്റ്റേജിൽ വിഷാദരോഗത്തിൻ്റെ ഏറ്റവും വലിയ അപകടവും അതാണ്. ആത്മഹത്യയിലേക്ക് ഇയാൾ നീങ്ങുന്ന ആരും അറിയില്ല, ആത്മഹത്യ ചെയ്യും. എനിക്ക് ഈ അടുത്ത സമയത്ത് ഒരു ബാങ്ക് ഓഫീസർ ഡിപ്രഷൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നപ്പോൾ സ്റ്റേജ് മനസ്സിലാക്കി, 4ാം സ്റ്റേജാണെന്ന് എനിക്ക് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താട്ട്. കാരണം അവിടെ സൈക്കോതെറാപ്പി ഒന്നും അത്ര എഫക്റ്റീവ് ആകത്തില്ല. അഡ്മിറ്റായി 20 ദിവസത്തോളം മരുന്നടിച്ച് കിടന്നു. 4th സ്റ്റേജ് ആയിരുന്നു. പക്ഷേ ഡിസ്ചാർജ് ചെയ്തതിൻ്റെ 2ാമത്തെ ദിവസം അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ചെയ്യുമെന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ട് അറിയാം. കാരണം അത് ഡിപ്രഷൻ പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ നീങ്ങുന്നത് അതിലേക്കാണ്. ഈ ഡിപ്രഷൻ്റെ നീക്കം അങ്ങോട്ടാണ്. ഞാൻ ഒറ്റപ്പെടുകയാണ്, എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെട്ട് എനിക്ക്
പോകണം, മരിക്കണം, ഈ ഒരു ചിന്ത. അതിന് പുറമേ യാതൊരു കാരണങ്ങളും ഇല്ല. അവർക്ക് പണം കാണും, എല്ലാ സൗകര്യങ്ങളും കാണും, എല്ലാം, പക്ഷെ അത് രോഗമാണ്. ആ രോഗം മനസ്സിലാക്കി അതിന് വേണ്ടുന്ന ചികിത്സ കൊടുത്താൽ ഇവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സ്കിസോഫീനിയ, മതിഭ്രമം. ഇവരുടെ ചിന്തകൾ എന്ന് പറയാൻ നമ്മൾ ചിന്തിക്കുന്ന പോലല്ല അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അവരിൽ ചിലപ്പോൾ ഡിലൂഷണറി സ്റ്റേജ് വരും, മൂഢമായ ചില വിശ്വാസങ്ങൾ അവർ കടന്നുകൂടും. അടുത്ത സമയത്ത് എനിക്ക് കോഴിക്കോട്ട് നിന്ന് വന്ന ഒരു പെൺകുട്ടി സ്കിസോഫീനിയായിട്ട് വന്നതാണ്. അവളുടെ ഡിലൂഷൻ എന്ന് പറയുന്നത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ അപകടങ്ങൾക്കും കാരണം അവളാണ്. നമുക്ക് കേൾക്കുമ്പോൾ ചിരിയായിരിക്കും വരുന്നത്, പക്ഷെ അവളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാനങ്ങ് മരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടും. അതിനുവേണ്ടി അവളൊരു 2-3 അറ്റംപ്റ്റ് നടത്തി ആത്മഹത്യക്ക്. ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി നോക്കി, അവിടെയും രക്ഷപ്പെട്ടില്ല. പല അപ്പം മാതാവും പിതാവും എൻ്റെ കൂടെ നടക്കുകയാണ് ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി. ആ ആത്മഹത്യാ പ്രവണത അതിൽ ശക്തമുണ്ട്. അത് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗമാണത്.